തൊഴുതപ്പോ ഒരാശ്വാസമല്ലേ അച്ഛാ? മനുഷ്യരുടെ മനസ്സിൽ മുഴുവൻ വിഷം കലർന്നിരിക്കുന്ന കാലമല്ലേ. ദൈവങ്ങൾ വിചാരിച്ചാൽ പോലും എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വീട്ടുകാരോ ബന്ധുക്കളോ പോലും നമ്മുടെ കൂടെ ഇല്ലല്ലോ അച്ഛാ. ഈ സമയത്ത് ദൈവങ്ങളും കൂടി കൈവിട്ടാലുള്ള സ്ഥിതി എന്താ? അതാ പിന്നെ രാവിലെ തന്നെ വന്ന് ഞാൻ തൊഴാന്ന് പറഞ്ഞത്. മോളെ റൂബി, ഇവിടെ വരാറുണ്ടോ ഇടയ്ക്കിടയ്ക്ക്? എന്താ മാഡം? അല്ല, മരിച്ച വീട്ടിൽ പോകുന്നില്ലേ? ഉണ്ട്. സാധാരണ മരിച്ച വീട്ടിൽ പോകും മുമ്പ് ആരെങ്കിലും അമ്പലത്തിൽ പോവാറുണ്ടോ? മറ്റുള്ളവരെ കുറിച്ചൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ പോവാറുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇവിടെ വെച്ച് നമ്മൾ കണ്ടത്. ഇനിയും കുറച്ചുകൂടി ക്ഷേത്രങ്ങളിൽ പോകാനുണ്ട്. എന്നിട്ട് വീട്ടിലേക്ക് ചെല്ലും. സംസ്കാരം വൈകിട്ടല്ലേ, ആ സമയത്ത് എത്തിയാ പോരെ? മതി, തിരക്കില്ല. മാഡം എന്താ ഇവിടെ? ചുമ്മാ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങിയതാ. നടേശ സാറിന്റെ മരണം കൊലപാതകമാണെന്നാ ഇപ്പൊ എല്ലാവരും പറയുന്നത്. എനിക്ക് ജോലിയാവൂന്നാ തോന്നുന്നത്. അല്ല, നിങ്ങൾക്ക് അങ്ങനെ വല്ല സംശയമുണ്ടോ? ഇല്ല. ഹൃദയാഘാതം അല്ല, പറയത്തക്ക വേറെ അസുഖവും ഇല്ല. ഒന്നെങ്കിൽ ആത്മഹത്യ, അല്ലെങ്കിൽ കൊലപാതകം. ഇതില് രണ്ടിലേതെങ്കിലും ഒന്നുറപ്പാ. രണ്ടായാലും എനിക്ക് തലവേദനയാ. പ്രതികളെ പിടിക്കണ്ടേ? ആത്മഹത്യയാണെങ്കിൽ പിന്നെന്തിനാ പ്രതികളെ പിടിക്കുന്നേ? അല്ല, പ്രേരണ കുറ്റം ഉണ്ടല്ലോ. അങ്ങനെ നമുക്കൊന്നും ഉറപ്പിച്ചു പറയാൻ പറ്റത്തില്ല. അപ്പൊ ശരി, കാണാം. വരട്ടെ. ഈ വരവിലെന്തോ പന്തികേടുണ്ടല്ലോ മോളെ. ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നടേശൻ സാറിന്റെ മോളെ അതുണ്ടാക്കും.